വാനോളം പ്രതീക്ഷയാണ്. ഒല്ലൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് കേരളത്തിനോടൊപ്പം വിധിയെഴുതും. ആവേശകരമായിട്ടുള്ള അനുഭവമാണ് താഴത്ത് എല്ലായിടത്തും പോകുമ്പോൾ ലഭ്യമാകുന്നത്. അത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം അക്കാര്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത, നേരിൽ കാണാൻ പറ്റുന്ന, ആര് കള്ളപ്രചരണം നടത്തിയാലും മായ്ച്ചു കളയാനാകാത്ത വികസനത്തിൻ്റെ നേർരേഖ നമുക്ക് നേരിട്ട് കാണാനാകുന്നുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി ഒല്ലൂരിൻ്റെ മനസ്സൊരു മതനിരപേക്ഷ മനസ്സാണ്. ആ മതനിരപേക്ഷ മനസ്സ് തീർച്ചയായിട്ടും അവിടെ മനുഷ്യരുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തലായി ഈ ജനവിധിയെ കാണും എന്ന കാര്യവും വലിയ ധാരണയോടെ നമ്മുടെ മുമ്പിലുണ്ട്. 2011 മുതൽ 16 വരെ എല്ലാ വർഷക്കാലവും, നിങ്ങൾ ഈ ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ, കഴിഞ്ഞ 10-40 വർഷക്കാലമായി അവിടെ മാറി മാറി വരുന്ന സ്ഥാനാർത്ഥികളുടെ മുമ്പിലെല്ലാം അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ ജനകീയ പ്രശ്നം മലയോര പട്ടയം വിതരണം ചെയ്യുന്നതിൽ കടുത്ത പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളതാണ്. 2011-നും 2016-നും ഇടയിൽ ആ നിയോജക മണ്ഡലത്തിൽ ആകെ വിതരണം ചെയ്തിട്ടുള്ളത് കേവലം 18 പട്ടയങ്ങളാണ്. എന്നാൽ പട്ടയ വിതരണത്തിൻ്റെ ബ്ലോക്ക് മാറ്റി 3000-ൽ താഴെ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കേവലം അവകാശവാദമല്ല, പേരടക്കം സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ഏറ്റുവാങ്ങി. പുതിയതായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് കേന്ദ്രത്തിലോട്ട് തൃശ്ശൂർ അയച്ച 4500-ഓളം വരുന്ന അപേക്ഷകളിൽ 1500-ഉം തൃശ്ശൂരിൻ്റേതാണ്. അത് പൂർണ്ണമായിട്ടും ഒല്ലൂർ നിയോജക മണ്ഡലത്തിലേതാണ്. 1472 അത് കേരളത്തിലെ വനം, റവന്യൂ വകുപ്പുകൾ തയ്യാറാക്കി കഴിഞ്ഞയച്ചു. 30 വർഷക്കാലമായി കേരളത്തിന് മാറി മാറി വന്ന ഭരണാധികാരികളുടെ മുമ്പിലൊന്നും സാധ്യമാകാത്ത സംയുക്ത പരിശോധന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വാങ്ങി ഇപ്പോൾ ആരംഭിച്ചു. മലയോര പട്ടയ രംഗത്ത് ഭൂമിയുടെ ഉടമസ്ഥന്മാരായി മനുഷ്യരെ കാണാനുള്ള ഒരു പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത പങ്കും ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ ഒരു നാട് മുഴുവൻ ഏറ്റുവാങ്ങും എന്ന വലിയ പ്രതീക്ഷയുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി മനുഷ്യൻ എന്ന ആശയത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം സ്നേഹപൂർവ്വം പ്രതികരിക്കാൻ കഴിയുന്ന ഒല്ലൂരിൻ്റെ മനസ്സ് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് വലിയ പ്രതീക്ഷയോടെ, കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജലവിധി ഉണ്ടാകും. എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയാലും നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത് ഒരു വാഗ്ദാനം ആക്കാനാവില്ല. അത് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചവർക്കും ഒരു തരത്തിലും അവരുടെ ആത്മാഭിമാനത്തിന് വ്രണമേൽപ്പിക്കില്ല എന്ന വാഗ്ദാനം അതുപോലെ നടപ്പിലാക്കപ്പെട്ടു എന്ന ആത്മാഭിമാനത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. എല്ലാവരുടെ പിന്തുണയും സവിനയം അഭ്യർത്ഥിക്കുന്നു.